ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക്സിക്കിൾസിൻ്റെയും കേക്ക് പോപ്സിൻ്റെയും വീഡിയോ ആയിട്ടാണ്. ഇതിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് കൂടി കാണിക്കുന്നുണ്ട്. 3 മുട്ട വെച്ച് ചെയ്തിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കേക്ക്സിക്കിൾസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറന്നു പോരുതേ. അപ്പോൾ സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാനില പൗഡറാണ് ചേർക്കുന്നത്. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാതെയുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചിട്ടായാലും കുഴപ്പമില്ല, 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര മൊത്തം ചേർത്തിട്ട് ഇതൊന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. നന്നായിട്ട് തന്നെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ച് ചേർത്തിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു 3-4 തവണയായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മൈദയൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ഒരുപാടിട്ട് ബീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഇതുപോലെ ഇടവിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് പാലിലുള്ള അളവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മൈദ മൊത്തത്തിൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ്. ഓവൻ ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ ഒരു അടപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, നേരിട്ട് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താലും മതി. ഒട്ടും തന്നെ കരടില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ഇടുകയാണെങ്കിൽ ഒട്ടും കരടില്ലാതെ ഇതേപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട എത്ര ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. ഇനി കേക്ക് പോപ്സിനായിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. ഇത് 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഫൈനലായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കേക്ക്സിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ മോൾഡിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് ആദ്യമേ ഈ മോൾഡിൽ ചോക്ലേറ്റ് ഒഴിക്കാതെ ഷേപ്പാക്കി എടുത്തിട്ട് ഈ മോൾഡിലേക്ക് വെച്ചിട്ട് ആ ഒരു കേക്ക്സിക്കിളിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് പിന്നീട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പുറമേ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കേക്ക്സിക്കിളിൽ ആ ഒരു മോൾഡിൽ നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചിട്ട് പിന്നീട് അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് ഒന്നുകൂടെ ചെയ്യാനായിട്ട്. നമ്മൾ മറ്റേ ഷേപ്പാക്കി എടുത്തിട്ട് അത് സെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കുന്നതിലും ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ആ ഒരു കേക്ക്സിക്കിളിൻ്റെ ആ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുന്ന ആ ഭാഗത്ത് ചോക്ലേറ്റൊക്കെ
പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് സെറ്റായി പോവും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ചോക്ലേറ്റ് ഇല്ലാതെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കേക്കിൻ്റെ ആ ഒരു പൗഡറും കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴെയുള്ള ആ ചോക്ലേറ്റ് പൊട്ടിപ്പോവാതെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഒരുപാടങ്ങ് ബലം പ്രയോഗിച്ചിട്ട് ചെയ്യരുത്. എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് കുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് പിടിച്ചിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഉടനെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മിനിറ്റോ അല്ലെങ്കിൽ 4-5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഉടനെ തന്നെ ആ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഈ രീതിയിൽ കേക്ക്സിക്കിൾസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് ആ മോൾഡിലേക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു ഹോളിൻ്റെ ഭാഗം ഒന്ന് ചോക്ലേറ്റ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട്. ചോക്ലേറ്റ് എല്ലായിടത്തേക്കും മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിലും ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ചോക്ലേറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. കേക്ക്സിക്കിൾസിൻ്റെ ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് ചെയ്യുന്നതിലും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കേക്ക് പോപ്സ് ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാം. കേക്ക് പോപ്സ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ നേരം വെച്ച് തണുപ്പിച്ചിട്ട് നമ്മളിത് ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ചോക്ലേറ്റിൻ്റെ വിള്ളൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആ ഒരു ചോക്ലേറ്റ് ഒഴിച്ചിട്ട് വേണമെങ്കിലും കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുത്താലും മതി. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്ക് പോപ്സിൻ്റെ ഫോട്ടോ ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് പുറത്ത് തന്നെ ഇരുന്നാലും ചീത്തയാവുമൊന്നുമില്ല. കേക്ക് പോപ്സ് ഒന്ന് സെറ്റാക്കിയിട്ട് പുറത്ത് തന്നെ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കേക്ക്സിക്കിളും കേക്ക് പോപ്സിൻ്റെ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്